അപ്പോൾ നമുക്കിന്ന് നല്ല ആവോലി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ആവോലി വെച്ചിട്ട് നമുക്ക് നല്ലൊരു മീൻകറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കുന്നത് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. ആ മണവും രുചിയോ ഒന്ന് വേറെ തന്നെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉലുവയും പൊട്ടി വന്നാൽ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നെടുവെ കീറിയതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അത് ചതച്ചത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സ്മെല്ലൊക്കെയാണ് കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് പതിയെ വാടി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയാണ്, ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 5-8 ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതും കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇനി നമുക്കിതിലേക്ക് 5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് വളരെ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. മസാലകൾ നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞ് വന്നാൽ നമുക്ക് കുടപ്പുളി ഇതുപോലെ ഒരു 5-6 കഷ്ണം ചെറുതായിട്ട് കീറിയത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളത്തോടു കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ചെറുതായിട്ട് ഉള്ള ഈ ഗ്രേവി ഒന്ന് നല്ലതുപോലെ ഒന്ന് കുറുക്കി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതേ നല്ലതുപോലെ കുറുക്കി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇഷ്ടാനുസരണം നമുക്കിത് ഉപ്പിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രേവി നല്ലതുപോലെ തിളച്ച് വരണം. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോഴേ നമ്മുടെ ചാറൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് നല്ലതുപോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീനൊക്കെ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് നമുക്ക് തുറന്നിട്ട് ഈ ചട്ടിയൊക്കെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ ചാർക്ക് കുറുകി വരുന്നത് വരെ, മീൻ കഷ്ണങ്ങളൊക്കെ നല്ലതുപോലെ വെന്ത് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോഴത്തെ കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില തിരുമ്മി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ കറി ഇതുപോലെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ നേരത്ത് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.